അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരൻ സർക്കാർ വാക്പോര് മുറുകുന്നു. മലപ്പുറത്ത് ഓഫീസ് തുറന്ന ഇ ശ്രീധരൻ ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15 മുതൽ യോഗങ്ങൾ ചേരും. പ്രായോഗിക പദ്ധതിയെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. തുടക്കം മുതൽ അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്ന ആളാണ് മുഖ്യമന്ത്രിയെന്ന് മന്ത്രി പി. രാജീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ച് നേട്ടമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ഇ ശ്രീധരൻ തടയിട്ടതോടെയാണ് പോര് മുറുകിയത്. റാപ്പിഡ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും CPI-ഉം മെട്രോമാനെതിരെ തിരിഞ്ഞു. എന്നാൽ മലപ്പുറത്ത് ഓഫീസ് തുറന്ന് അതിവേഗ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെ പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലെ പദ്ധതിയോട് എതിർപ്പില്ലെന്ന് വി.ഡി. സതീശൻ. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി പി. രാജീവ് രംഗത്തെത്തി. അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും കേന്ദ്ര ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ സ്വാഗതം ചെയ്യുമെന്നും പി. രാജീവ് പറഞ്ഞു. നാളെ ബജറ്റിൽ പറയുകയാണ് റെയിൽവേ കേരളത്തിന് അതിവേഗ റെയിൽ അംഗീകരിച്ചിരിക്കുന്നു. ശ്രീ ശ്രീധരനെ പോലെ പരിണതപ്പെടുത്തുന്ന അദ്ദേഹം രാഷ്ട്രീയം വേറെ, അതങ്ങനെ ഒരാളെ ഇതിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ലേ? ഇ ശ്രീധരൻ ഇറങ്ങുന്നത് BJP-യുടെ അണിയറ നീക്കത്തിന്റെ ഭാഗമായാണെന്ന് CPI-ഉം സംശയിക്കുന്നു. അതിവേഗ റെയിൽപാതയിൽ കേന്ദ്ര സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും. ഈ ശ്രീധരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. നാളത്തെ ബജറ്റിൽ കേന്ദ്ര പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകില്ലെന്ന വിലയിരുത്തലിലാണ് മന്ത്രിമാരും CPI-ഉം നേതാക്കളും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.